ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ദി സോഫയർ. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc ഫിസിക്സ് ചാപ്റ്റർ 1 കണ്ടിന്യൂഷനാണ്. എപ്പിസോഡ് 3 കോണിക്കൽ പെൻഡുലം. അപ്പോൾ എന്താണ് കോണിക്കൽ പെൻഡുലം? നമ്മൾ ഒരു പെൻഡുലം സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നു. എന്നാൽ നമ്മൾ അതിനെ സ്ട്രെയിറ്റ് അല്ല, ഒരു സർക്കിളിലാണ് നമ്മൾ അതിനെ മൂവ് ചെയ്യുന്നതെങ്കിൽ അതാണ് കോണിക്കൽ പെൻഡുലം. ബോബ് സർക്കിളിലാണ് മൂവ് ചെയ്യുന്നത്, ബട്ട് ആ സ്ട്രിങ് ഒരു കോണിൻ്റെ ഷേപ്പ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനെ കോണിക്കൽ പെൻഡുലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ, ഇതിൻ്റെ മോഷൻ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് വെർട്ടിക്കൽ എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഒരു ആംഗിളിലാണ്, ഒരു ആൽഫ ആംഗിളിൽ നമ്മളതിനെ വെള്ളത്തിന് ഉയർത്തി, എന്നിട്ടാണ് നമ്മളതിനെ സർക്കിളിൽ മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് കോണിക്കൽ പെൻഡുലം. ഇതിൽ ആകെ രണ്ട് ഫോഴ്സാണ് ആക്ട്. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടായിട്ടും അത് താഴോട്ട് പോകാതെ അതിനെ പിടിച്ചു നിർത്തുന്നത് ഈ റോപ്പിൽ നിന്നുള്ള ടെൻഷൻ ഫോഴ്സാണ്. ഈ രണ്ട് ഫോഴ്സാണ് ബോബിൽ ആകെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ടെൻഷണൽ ഫോഴ്സിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആക്കാം. ഒന്ന് വെർട്ടിക്കൽ കമ്പോണൻറ്റും ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. ഈ ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയാണ്, ഇത് സെയിം ആയിരിക്കും. അപ്പോൾ ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ടി കോസ് ആൽഫയാണ്, അതുപോലെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ടി സൈൻ ആൽഫയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബോബ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ എവിടേക്ക് മൂവ് ചെയ്തില്ല, മുകളിലോട്ടോ താഴോട്ടോ പോകുന്നില്ല. ഹൊറിസോണ്ടലായിട്ട് പോകുന്നുണ്ട്, പക്ഷേ മുകളിലോട്ടും താഴോട്ട് പോകുന്നില്ല. അതിനർത്ഥം അതിൻ്റെ ആക്സലറേഷൻ, വെർട്ടിക്കൽ ഡയറക്ഷനിലെ ആക്സലറേഷൻ 0 ആണ്, അതായത് നെറ്റ് ഫോഴ്സ് 0 ആണ്. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ടി കോസ് ആൽഫ മൈനസ് mg = 0. അതിനർത്ഥം ടി കോസ് ആൽഫയും mgയും സെയിം ആണ്. ഇത് ഇക്വേഷൻ ആണ്, ഇത് ഒട്ടിക്കിട്ട് നമുക്ക് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ആകെ എഫക്റ്റീവ്ലി ഒരു ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നുള്ളൂ, ടി സൈൻ ആൽഫ. ഈ ഫോഴ്സ് എന്താണ് ഈ പെൻഡുലത്തിൽ ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഈ ടെൻഷണൽ ഫോഴ്സിലാണെങ്കിൽ ഈ സ്ട്രിങ് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഈ സർക്കിളിലെ ടാൻജൻ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ ജസ്റ്റ് ഫ്ലൈ ഓഫ് ചെയ്യും, അങ്ങോട്ട് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യാതെ ഇതിനെ സർക്കിളിൽ പിടിച്ചു നിർത്തുന്നത് ഈ ടി സൈൻ ആൽഫയാണ്, അതായത് ടെൻഷൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഈ ടെൻഷൻ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് ഇതിൻ്റെ സെൻട്രിപീറ്റൽ ഫോഴ്സ്. ഇതിൻ്റെ റേഡിയസ്, ഈ സർക്കിളിൻ്റെ റേഡിയസ് നമ്മൾ 6 കൊടുക്കുകയാണെങ്കിൽ എന്ന് പറയുന്ന റേഡിയസുള്ള സർക്കിളിൽ മാസുള്ള ബോബിനെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ കാരണം ഈ ടി സൈൻ ആൽഫ എന്ന് പറയുന്ന ഫോഴ്സാണ്. ഓക്കെ, അപ്പോൾ ഈ ഞാനൊന്നുകൂടി വായിക്കട്ടെ. അപ്പോൾ ഈ പെൻഡുലത്തിൻ്റെ ലെങ്ത് L ആണെന്ന് ചോദിക്കുക. ഇത് ആൽഫയുമാണെങ്കിൽ എല്ലും ഈ റേഡിയസും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. L = R sin alpha. Sorry, R = L sin alpha. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ സൈൻ ആൽഫ ഉണ്ട്, ഇവിടെ നമുക്ക് സൈൻ ആൽഫ വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ആവും, പക്ഷെ താഴെ വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ആവില്ല. അപ്പോൾ മുകളിൽ തന്നെ വരണം. അപ്പോൾ നമുക്കിവിടെ R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇപ്പോൾ ഡിവൈഡ് ചെയ്യാം. ജസ്റ്റ് ഇൻറ്റു 1 ചെയ്യുന്ന പോലെയാണത്. പക്ഷേ ഇപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ v² ബൈ ഈ R R² ഇൻറ്റു R. അപ്പോൾ നമുക്ക് ഈ ആറിന് പകരം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, L സൈൻ ആൽഫ എന്നുള്ളത്. അതായത് v² ബൈ R² ഇൻറ്റു L സൈൻ ആൽഫ. ഓക്കെ, ഇപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ടി സൈൻ ആൽഫ = mv² ബൈ R² L സൈൻ ആൽഫ എന്ന് വരും. ഓക്കെ, ഇതിൽ നമുക്ക് v/r എന്താണ്? ആംഗുലർ വെലോസിറ്റിയാണ്, ഈ ബോബിൻ്റെ ആംഗുലർ വെലോസിറ്റിയാണ് ഒമേഗ. അപ്പോൾ mv/r² എന്ന് പറയുന്നത് mω² L സൈൻ ആൽഫ എന്ന് വരും. T sin alpha is equal to L m omega square L sin alpha.
ഇനി ഇതിലെ സൈൻ ആൽഫയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബട്ട് നമ്മളെങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത്? നമ്മൾ രണ്ട് ഭാഗത്തും സൈൻ ആൽഫ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇത് ക്യാൻസൽ ആയി പോകുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യണമെങ്കിൽ സൈൻ ആൽഫ 0 അല്ലെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 0 കൊണ്ട് നമുക്ക് രണ്ട് ഭാഗം ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സൈൻ ആൽഫ 0 അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്തിട്ട് ടി ഈസ് ഈക്വൽ ടു m⍵²L എന്ന് കിട്ടും. ഓക്കെ, ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. അപ്പോൾ ഇക്വേഷൻ 2 നമ്മുടെ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി കോസ് ആൽഫ ഈസ് ഈക്വൽ ടു mc സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ടി കോസ് ആൽഫ ഈസ് ഈക്വൽ ടു mc, അതായത് ടി എന്ന് പറയുമ്പോൾ m⍵²L ആയതുകൊണ്ട് m⍵²L കോസ് ആൽഫ ഈസ് ഈക്വൽ ടു mc. ഓക്കെ, ടീൻ്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എം നമുക്ക് ക്യാൻസൽ ചെയ്യാം. എം ഓഫ് കോഴ്സ് ഇപ്പോൾ നോൺ സീറോ ആയിരിക്കും, അത് കുഴപ്പമില്ല. ബാക്കി വരുന്നത് കോസ് ആൽഫ ഈസ് ഈക്വൽ ടു ജി ബൈ ω²L. ഓക്കെ, ഇതാണ് നമ്മുടെ റിലേഷൻ. ഇതെന്തിനാണ് റിലേറ്റ് ചെയ്യുന്നത്? ഇവിടെ ജി കോൺസ്റ്റൻ്റ് ആണ്. എൽ എന്ന് പറയുന്നത് ഒരു ഗിവൺ പെൻഡുലത്തിൻ്റെ ലെങ്ത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ ശരിക്കും റിലേറ്റ് ചെയ്യുന്നത് ആൽഫേനെയും ഒമേഗനെയാണ്. അതായത് ആ പെൻഡുലത്തിൻ്റെ ആംഗിൾ ആൽഫേനെയും അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി ഒമേഗനെയാണ് റിലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇൻറ്റ്യൂറ്റീവ്ലി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒമേഗ കൂടുമ്പോൾ ആൽഫ കൂടും. കാരണം നമ്മൾ കൂടുതൽ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എനർജി ഉണ്ടാവും, അപ്പോൾ ആൽഫ കൂടും. അതിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഒമേഗ കൂടുമ്പോൾ ഈ ഫ്രാക്ഷൻ കുറയും, കോസ് ആൽഫ കുറയും, അതിനർത്ഥം ആൽഫ കൂടും. ആൽഫ എത്ര വരെ കൂട്ടാൻ പറ്റും? നമ്മൾ ഒമേഗ ഇൻഫിനിറ്റിയിലേക്ക് ഒമേഗ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് വിചാരിക്കുക. വളരെ ഹൈ സ്പീഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് വരും? ജി ബൈ ω²L എന്ന് പറയുന്നത് സീറോയിന് അപ്രോച്ച് ചെയ്യും. അതായത് കോസ് ആൽഫ 0ന് അപ്രോച്ച് ചെയ്യും. അതിനർത്ഥം ആൽഫ 90 ഡിഗ്രി അപ്രോച്ച് ചെയ്യും. അതായത് ഈ പെൻഡുലം ഓൾമോസ്റ്റ് ഹൊറിസോണ്ടലായിട്ട് റൊട്ടേറ്റ് ചെയ്യും. പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടലായിരിക്കില്ല, പക്ഷേ ഓൾമോസ്റ്റ് ഹൊറിസോണ്ടലായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അതും ഇൻറ്റ്യൂറ്റീവ് തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഫെപ്നർ ആൻഡ് കൊളൻകോ ടെക്സ്റ്റ് ബുക്കിലും പറയുന്നത്. അതിലൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒമേഗ ആംഗുലർ വെലോസിറ്റി ആൽഫ ആംഗിളും റിലേറ്റ് ചെയ്യുന്ന ഗ്രാഫാണിത്. കോസ് ആൽഫ ഒമേഗ നമ്മുടെ റിലേഷൻ. ഓക്കെ, ഇവിടെ ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആൽഫ സൈൻ ആൽഫ 0 ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് നോക്കി നോക്കുക. അതായത് ഒമേഗ ആംഗുലർ വെലോസിറ്റി 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴോ, അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇൻഫിനിറ്റീനെ അപ്രോച്ച് ചെയ്യും. കോസ് ആൽഫ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. പക്ഷേ കോസ് ആൽഫ ഒരിക്കലും 1നേക്കാളും ഗ്രേറ്റർ ആകാൻ പറ്റില്ല. കോസ് ആൽഫ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ എന്ത് മിസ്റ്റേക്കാണ് വന്നത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒമേഗ 0ൻ്റെ അടുത്താവുമ്പോൾ ഈ പെൻഡുലം വളരെ ചെറിയൊരു ആംഗിൾ വെലോസിറ്റി ആയിരിക്കും വരികയാണ്. അല്ലെങ്കിൽ 0 ആംഗുലർ വെലോസിറ്റി വരുമ്പോൾ ഇത് ജസ്റ്റ് സ്ട്രെയിറ്റ് ഡൗൺ ഹാങ് ചെയ്യും. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിനർത്ഥം സൈൻ ആൽഫ എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷേ നമ്മളിവിടെ നമ്മൾ സൈൻ ആൽഫ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സൈൻ ആൽഫ 0 ആണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഇക്വേഷൻ വാലിഡ് ആയിരിക്കില്ല. കോസ് ആൽഫ 1നേക്കാളും ചെറുതായിരിക്കുമ്പോൾ മാത്രമാണ് ഇത് വാലിഡ് ആയിരിക്കുള്ളൂ. അതായത് നമ്മൾ കോസ് ആൽഫ ഈസ് ഈക്വൽ ടു ജി ബൈ ω²L ആണ്. അതിലെ ഒമേഗ നമ്മൾ √g/L കൊടുത്തു എന്ന് വിചാരിക്കുക. നമുക്ക് ഒമേഗ ഇഷ്ടമുള്ള വാല്യൂ ചൂസ് ചെയ്യാം. അപ്പോൾ ω² എന്ന് പറയുന്നത് g/L ആവും അല്ലേ? അപ്പോൾ g/L 1 ആവും. അപ്പോൾ കോസ് ആൽഫ 1 ആവും. ഒമേഗ √g/L വരുമ്പോഴാണ് കോസ് ആൽഫ 1 ആവുന്നത്. അപ്പോൾ ഒമേഗ അതിന് കുറവാണെങ്കിൽ, അപ്പോൾ ഈ പെൻഡുലത്തിന് ഒരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാനുള്ള വെലോസിറ്റി ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ആൽഫ 0 ആയിരിക്കും എപ്പോഴും. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഒമേഗ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു √g/L വരുമ്പോൾ ഇതൊരു ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാത്രമല്ല, വേറൊരു സൊല്യൂഷൻ കൂടി പോസിബിളാണ്. കോസ് ആൽഫ = 1 എന്ന് പറയുന്നത്. കാരണം
ഈ പെൻഡുലം ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ടെൻഷണൽ ഫോഴ്സ് ടിയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എം ജിയും ഇങ്ങനെയായിരിക്കും. ടി സിക്കൽ എം ജി. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇപ്പോൾ നമുക്ക് മറ്റേ സൈൻ ആൽഫിനെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഈ ഒരു സൊല്യൂഷൻ വാലിഡാണ്. പക്ഷേ അത് വളരെ അൺസ്റ്റേബിളാണ്. കാരണം ഈ ഒരു പെൻഡുലം നല്ല ഹൈ സ്പീഡിൽ കിടന്നിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഇത് വളരെ അൺസ്റ്റേബിളാണ്. നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു പെർട്ടർബേഷൻ കൊടുത്താൽ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഇത് തന്നെയാണ് ഫ്ലക്ടർ ആൻഡ് കൊളിൻകോയുടെ ടെക്സ്റ്റ് ബുക്കിലും പറഞ്ഞിരിക്കുന്നത്. ഒരു ഗ്രാഫ്, രണ്ടാമത് വേറൊരു ഗ്രാഫും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഒമേഗ √g/L വരുമ്പോൾ എന്താണ് ഒമേഗ √g/L വരുമ്പോൾ അതിനേക്കാളും കുറവാണെങ്കിൽ ഈ സൊല്യൂഷൻ വാലിഡ് അല്ല. പക്ഷേ അതിനേക്കാൾ കൂടുതലാണ് ഈ രണ്ട് സൊല്യൂഷൻ ഉണ്ട്. ഒന്ന് കോസ് ആൽഫ = 1, അത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ, അത് സ്റ്റേറ്റ് ഡൗൺ ആണ്, അൺസ്റ്റേബിൾ ആണ്. മറ്റേത് സ്റ്റേബിൾ ആയിട്ട് സൊല്യൂഷൻ, അതായത് കോസ് ആൽഫ = g/L ω². ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. That's all about conical pendulum. Thanks for watching.